ക്യാൻസറിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേരുടെ കമൻറ്റ് വായിക്കാനിടയായി. അതിൽ മനസ്സിൽ തറച്ച 1-2 കമൻറ്റുകളുണ്ടായിരുന്നു. അതായത് ക്യാൻസറിന് ഫലപ്രദമായിട്ടുള്ള വാക്സിനോ അല്ലെങ്കിൽ രോഗനിർണയത്തിലൂടെ അസുഖം കുറയ്ക്കാനുള്ള സംവിധാനമോ ഫലപ്രദമായിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ട പലരും വിട്ടുപോകില്ലായിരുന്നു എന്നുള്ളത്. ഒരു തരത്തിൽ ക്യാൻസറിനെ കീഴടക്കാൻ നമുക്ക് കഴിയുന്ന മാർഗ്ഗങ്ങളെക്കുറിച്ച് നമ്മൾ ആ വീഡിയോയിൽ സംസാരിച്ചിരുന്നു. പക്ഷേ പൂർണ്ണമായും ഒരു സാധാരണ രോഗം പോലെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അതിനെ പരിപൂർണമായി ഫലപ്രദമാക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. അതിൻ്റെ അർത്ഥം ഭാവിയിൽ നമ്മൾ എന്തായാലും ക്യാൻസറിനെ പോലെയുള്ള മാരക രോഗങ്ങളെ അതുവരെ അസുഖം ബാധിച്ചവർ എത്ര പേർ ജീവിച്ചിരിക്കും എന്ന ചോദ്യം മറ്റൊരു സൈഡിലുണ്ട്. ഇവിടെയാണ് ക്രയോണിക്സ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി കടന്നു വരുന്നത്. മരണപ്പെട്ടവരെയോ മാറാ രോഗങ്ങൾ കൊണ്ട് മരണത്തെ ഫേസ് ചെയ്യുന്നവരെയോ ശരീരത്തെ താൽക്കാലികമായി പ്രവർത്തനം നിർത്തിയതിനു ശേഷം ഭാവിയിലേക്ക് മാറ്റിവെക്കുകയും മനുഷ്യൻ പുരോഗതി കൂടുതൽ പ്രാപിച്ച് ഭാവിയിൽ പുതിയ ടെക്നോളജികൾ കണ്ടെത്തുമ്പോൾ ഇത്തരം ആൾക്കാരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. ഒരുപക്ഷെ സയൻസ് ഫിക്ഷൻ സിനിമകളിലും നോവലുകളിലും ഒക്കെ തന്നെ ഈ ഒരു വിദ്യയെ അല്ലെങ്കിൽ ഈ ഒരു സാങ്കേതിക വിദ്യയെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഇൻ്റർസ്റ്റെല്ലാർ ട്രാവലുകൾക്കാണ്. ഉദാഹരണത്തിന് പാസഞ്ചേഴ്സ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. അതുപോലെ തന്നെ ഇൻ്റർസ്റ്റെല്ലാർ സിനിമയുടെ ഒരു ഭാഗത്തും ഇതുപോലെ ഒരു കഥാപാത്രം ഫ്രീസ് ചെയ്യുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഭാവിയിലുള്ള കാര്യങ്ങളെ ഫേസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരുപാട് കാലത്തിന് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി ശാരീരിക പ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കുന്ന സംവിധാനത്തെയാണ് നമ്മൾ ക്രയോണിക്സ് എന്ന് സാധാരണ പറയുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് സ്പേസ് ട്രാവലിലെ ക്രയോണിക്സിനെ കുറിച്ചല്ല, പകരം ഭൂമിയിൽ തന്നെ ഭാവിയിലേക്ക് മനുഷ്യൻ്റെ ശരീരത്തെ സൂക്ഷിച്ചതിന് ശേഷം റിവൈവ് ചെയ്യാൻ കഴിയുന്ന മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട മേഖലയെക്കുറിച്ചാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷനായിട്ട് പറയാൻ സാധിക്കുന്നത്, ഒന്നുകിൽ നമ്മൾ മരിക്കുമ്പോഴോ അല്ലെങ്കിൽ മരണത്തോടടുക്കുന്ന സമയത്തോ നമ്മുടെ ശരീരത്തെ പ്രവർത്തനം സസ്പെൻഡ് ചെയ്ത രൂപത്തിലേക്ക് മാറ്റുന്നു, അതിനുവേണ്ടി ഫ്രീസ് ചെയ്യുന്നു. ഇങ്ങനെ ഫ്രീസ് ചെയ്ത് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെല്ലാം നിർത്തുന്നു. ഹൃദയമിടിപ്പും തലച്ചോറിൻ്റെ പ്രവർത്തനവും ബ്ലഡ് സർക്കുലേഷനും ശ്വാസോച്ഛ്വാസവും എല്ലാം നിർത്തിയതിന് ശേഷം അതിനെ കൃത്യമായൊരു കണ്ടീഷനിൽ ശരീരത്തിൻ്റെ ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ സൂക്ഷിക്കുകയും ഭാവിയിൽ എന്തെങ്കിലും മനുഷ്യൻ ഇതിനേക്കാൾ അഡ്വാൻസ്ഡ് ആകുന്ന സമയത്ത് ഇത്തരം ശരീരങ്ങളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന സംവിധാനത്തെക്കുറിച്ചാണ് സംസാരിച്ചു വരുന്നത്. ഇത് എത്രത്തോളം സാധ്യമാണ്, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഡാമേജുകളെ എത്രത്തോളം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളും എത്തിക്കലും ഫിലോസഫിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുമൊക്കെ തന്നെ ക്രയോണിക്സ് എന്ന് പറയുന്ന ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട വെല്ലുവിളികളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കകത്തുള്ള കോൺട്രവേഴ്സികളും ഡിസ്കസ് ചെയ്യപ്പെടണം. അപ്പോൾ ഇതിൻ്റെ ആദ്യ പടി എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് ചില ഉദാഹരണങ്ങളാണ്. അതായത് ഈ ക്രയോണിക്സ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ആൾറെഡി ചില കമ്പനികൾ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നത്. 1950കളിൽ തന്നെ ഇതിൻ്റെ കഥകൾ നമ്മൾ പറഞ്ഞു വരേണ്ടതായിട്ട് വരും. ചില എക്സ്പെരിമെൻറ്റുകൾ നടത്തിയതിന് ശേഷം സെല്ലുകളെ താഴ്ന്ന താപനിലയിലേക്ക് എത്തിക്കുന്നു അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റാലിക് പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ജീവൽ പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്ന കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റക്കായി പോകുന്നു അല്ലെങ്കിൽ നിന്നു പോവുകയും അങ്ങനെ നമ്മൾ ആ നിന്നുപോയ ശരീരഭാഗത്തിനെ ഒരുപാട് കാലഘട്ടത്തിലേക്ക് മാറ്റിവെക്കാനും കഴിയും എന്ന ഫൈൻഡിങ്ങുകൾ നടന്നിരുന്നു. അത് മനുഷ്യ ശരീരത്തിലല്ല, മറ്റു പല ജീവജാലങ്ങളുടെയും പ്രവർത്തനത്തിൽ നമുക്കത് കാണാൻ കഴിയും. ഇപ്പോൾ ശിശിരനിദ്ര അല്ലെങ്കിൽ ഹൈബർനേഷൻ പോലെയുള്ള പ്രോസസ്സുകളിലൂടെ കടന്നു പോകുന്ന ജീവജാലങ്ങളുടെ ശരീരത്തിൽ ഇത്തരത്തിൽ ഫ്രീസിങ് നടക്കുമ്പോൾ അവരുടെ ശാരീരിക പ്രവർത്തനങ്ങൾ സ്ലോ ആവുകയും ഏജിങ് സംഭവിക്കാതെ അനുകൂലമായ സാഹചര്യത്തിൽ തിരികെ വരികയും ചെയ്യും. അപ്പോൾ ഈ ഫൈൻഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പലരും മനുഷ്യ ശരീരത്തിലേക്ക് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയുമോ എന്ന് പരീക്ഷിച്ചിരുന്നു. 1966 ജെയിംസ് ബെഡ്ഫോർഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് ക്രയോണിക് പ്രിസർവേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡിലേക്ക് കടക്കുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ ബോഡിയെ വളരെ തണുപ്പിച്ചതിന് ശേഷം കൃത്യമായ രീതിയിൽ സൂക്ഷിക്കാൻ ആൽക്കോർ ലൈഫ് എക്സ്റ്റൻഷൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന അരിസോണ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനി തീരുമാനിക്കുകയും ബെഡ്ഫോർഡിൽ നിന്നും വലിയ തോതിലുള്ള പണം വാങ്ങിച്ചതിന് ശേഷം ഇദ്ദേഹത്തെ ഒരു പ്രത്യേകം ചേംബറിനുള്ളിൽ സൂക്ഷിക്കാനുമുള്ള ധാരണയിൽ എത്തിച്ചേർന്നു. എന്നാൽ പിന്നീട് ഇവരുടെ പഠനങ്ങളും ഇവർ കൊടുക്കുന്ന പ്രോമിസുകളുമൊന്നും സത്യമല്ല എന്ന് തിരിച്ചറിയുകയും അവർ പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുകയൊക്കെ ചെയ്തു. 1960കളിൽ ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് വളരെ പ്രിമിറ്റീവായിരുന്നു. എങ്ങനെയാണ് ഇങ്ങനെ സൂക്ഷിക്കേണ്ടതെന്നും ഇത്തരത്തിൽ ശരീരം തണുപ്പിച്ച് സൂക്ഷിച്ചാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും അത് പിന്നീട് റിവൈവ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ശരീരത്തെ കീപ്പ് ചെയ്യുമോ എന്നൊന്നും ആർക്കറിയില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ ശരീരത്തെ ഫ്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഐസാക്കി മാറ്റി സൂക്ഷിക്കുക എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ ചില വലിയ ഇഷ്യൂസ് ഉണ്ട്. അത് വെള്ളം, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വെള്ളം 0 ഡിഗ്രി സെൽഷ്യസിന് താഴേക്ക് പോകുമ്പോഴുണ്ടാകുന്ന ക്രിസ്റ്റലൈസേഷനാണ്. നമുക്കറിയാം, ഫ്രിഡ്ജിൽ നമ്മൾ ഫ്രീസറിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം 0 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴത്തേക്ക് ഐസ് കട്ടയായിട്ട് മാറും. നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കകത്തും വളരെ വലിയ എമൗണ്ടിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ സസ്പെൻഡ് ചെയ്യാൻ, കുറച്ച് നാളത്തേക്ക് ഓഫാക്കി വയ്ക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതിൻ്റെ ഫലമായി നല്ല രീതിയിലുള്ള തണുപ്പ് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ ക്രമേണ നമ്മുടെ ശരീരത്തിലുള്ള വെള്ളം
ഐസ് ക്രിസ്റ്റലുകളായിട്ട് മാറും. ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അത് അത്യാവശ്യം നല്ല രീതിയിൽ തുളച്ച് കയറാനും ശരീരത്തിൻ്റെ കോശങ്ങൾക്കുള്ളിലെ സെല്ലുലാർ ഡാമേജുകൾ, അതായത് സെൽ മെംബ്രെയിനെയും മറ്റ് കോശങ്ങളിലെ ഭാഗങ്ങളെയും ഒക്കെ തന്നെ ഡാമേജ് ആക്കാനും സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും കോടിക്കണക്കിന് കോശങ്ങൾക്കകത്തുള്ള വെള്ളം മുഴുവൻ ക്രിസ്റ്റലായി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ശരീരം യാതൊരു വിധത്തിലുമുള്ള യൂസേജ് ഇല്ലാതെ വരും എന്നൊരു പ്രശ്നമായിരുന്നു ആദ്യം അവിടെ ഫേസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള കമ്പനികളും ഈ ഒരു മാർഗം അവലംബിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ട് അതൊരു ഫ്രോഡുലൻ്റ് അല്ലെങ്കിൽ ഒരു സ്കാം ആയിട്ട് മാറുകയാണ് ചെയ്തത്. ഇപ്പോൾ ക്രയോണിക്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞ റോബർട്ട് നെൽസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ക്രയോണിക് സൊസൈറ്റി ഓഫ് കാലിഫോർണിയ സ്ഥാപിതമാക്കുന്നത്. അദ്ദേഹം ഇത്തരത്തിൽ കൃത്യമായ ധാരണയൊന്നും ഇല്ലാതെ തന്നെ ബോഡി പ്രിസർവ് ചെയ്യാൻ കഴിയും എന്ന അവകാശവാദത്തിലൂടെ ഫണ്ട് ഉയർത്തുകയും പല ആളുകളിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് മരണശേഷം ഇവരെയൊക്കെ തന്നെ ക്രയോണിക് പ്രിസർവേഷനിൽ കൊണ്ടുപോകാമെന്ന് പറയുകയും അതിനുശേഷം ലോസ്യൂട്ട് ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും ക്രയോണിക് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയിൽ വളരെ ജെന്യുവനായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് ബയോളജിയും ടെക്നോളജിയും തമ്മിൽ ചേരുന്ന വലിയൊരു മേഖലയും കൂടിയാണല്ലോ. അപ്പോൾ ഇത് നമ്മൾ കൂടുതൽ ക്യൂരിയസ് ആയിരിക്കുന്ന മേഖല ഇതിൻ്റെ സയൻറ്റിഫിക് സൈഡ് എന്താണ് എന്നുള്ളതാണ്. അതായത് ഫ്രീസിങ് പ്രോസസ്സ്. നമ്മുടെ ശരീരം ഐസിൻ്റെ സഹായത്തോടു കൂടി വിട്രിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ കടത്തിവിട്ടുകൊണ്ടാണ് ആദ്യത്തെ പടി. അതായത് ഒരാൾ ലീഗലായിട്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ശരീരം തണുപ്പിച്ചതിന് ശേഷം ശരീരത്തിൻ്റെ സെല്ലുലാർ ഡീക്കേയെ നമ്മൾ തടയുന്നു. മരിക്കാത്ത ഒരാളെ നമുക്ക് അയാളുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ തന്നെ ഇത്തരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ഈ ഒരു പ്രോസസ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ റിവൈവ് ചെയ്യുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ പോലും ഒരുപാട് ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. ഒരാളെ ജീവനോടുകൂടി ഇത്തരത്തിൽ സെല്ലുലാർ ഡീക്കേ തടയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അയാളെ ടെക്നിക്കലി കൊല്ലുകയാണല്ലോ ചെയ്യുന്നത്. എന്നാൽ ലീഗലി മരണപ്പെട്ട ഒരു വ്യക്തിയുടെ ശരീരത്തിൽ മറ്റ് ഭാഗങ്ങളുടെ പ്രവർത്തനം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ തണുപ്പിക്കുന്നു. അതിനുശേഷം ശരീരത്തിലേക്ക് ഈ പ്രോസസ്സിനിടയിൽ തന്നെ ഓക്സിജൻ വളരെയധികം പമ്പ് ചെയ്യും. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ബ്രെയിനിലും ഒക്കെ തന്നെ സെല്ലുലാർ പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിൽ കുറച്ചുകൂടി സമയം നിൽക്കും. അതായത് ഹൃദയത്തിൻ്റെ പ്രവർത്തനം അവസാനിച്ചാൽ ശരീരത്തിൻ്റെ കോശങ്ങൾക്കൊന്നും കൃത്യമായ രീതിയിൽ ഓക്സിജനോ സപ്ലൈകളോ കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ആർട്ടിഫിഷ്യലി ഓക്സിജൻ കലർന്ന ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷമാണ് ക്രയോ പ്രൊട്ടക്റ്റൻസ് എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ള ലായനികൾ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞ മുമ്പ് പറഞ്ഞ അവസ്ഥയെ തടയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ മരണത്തിന് ശേഷവും സെല്ലുകൾക്കകത്ത് ജലമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തണുപ്പിക്കുമ്പോൾ ക്രിസ്റ്റലായി മാറി അപകടമുണ്ടാകാനുള്ള സാധ്യത ഇല്ലാതാക്കാൻ വെള്ളത്തിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റ് പിന്നെയും താഴ്ക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തെ പൂർണ്ണമായി നീക്കം ചെയ്തതിന് ശേഷം ആൻറ്റി ഫ്രീസ് ഏജൻറ്റുകൾ കൊണ്ട് റീപ്ലേസ് ചെയ്യുകയോ ചെയ്തുകൊണ്ടാണ് സെല്ലുലാർ ഡാമേജിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നത്. ഇത്തരത്തിൽ കോശങ്ങൾക്ക് ഡാമേജ് ഇല്ലാത്ത രീതിയിൽ വെള്ളത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടോ അല്ലാതെയോ ഒക്കെ തന്നെ നമ്മൾ തണുപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഇനി ബോഡിയെ സൂക്ഷിക്കേണ്ടത് ചില ചേമ്പറുകളാണ്. ആ ചേമ്പറിലുള്ള തണുപ്പെന്ന് പറയുന്നത് -196 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ -196 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതോ ലിക്വിഡ് നൈട്രജനും. നിങ്ങൾ കാണുന്ന വിഷ്വലിലൊക്കെ തന്നെ അത്തരത്തിലുള്ള ലിക്വിഡ് നൈട്രജൻ്റെ ഉള്ളിലാണ് ബോഡി സൂക്ഷിച്ചിരിക്കുക. ഈ ഒരു താപനിലയിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ ബയോളജിക്കൽ പ്രോസസ്സുകളും, അത് മരണത്തിന് ശേഷം പതിയെ ഷട്ട് ഡൗൺ ആവുന്ന എല്ലാ ബയോളജിക്കൽ പ്രോസസ്സുകളും നിയന്ത്രണ വിധേയമായ രീതിയിൽ നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഹോൾട്ട് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം അയാളുടെ ശരീരത്തിൽ അത് പിന്നെയും റിവൈവ് ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ സസ്പെൻഡഡ് അനിമേഷൻ എന്ന ഒരു ഘട്ടത്തിലേക്കാണ് ആ ശരീരം പിന്നീട് വർഷങ്ങളോളം സൂക്ഷിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ഈ ക്രയോണിക് പ്രിസർവേഷൻ്റെ വെല്ലുവിളികളെന്ന് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞു ഐസ് ക്രിസ്റ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ വലിയ വെല്ലുവിളിയാണ്. 2, ക്രയോ പ്രൊട്ടക്റ്റൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ വെള്ളത്തിനെ നീക്കം ചെയ്യാനുള്ള. ഈ പ്രോസസ്സിന് ഉപയോഗിക്കുന്ന ഗ്ലിസറോൾ, ഡൈമീഥൈൽ സൾഫോക്സൈഡ് തുടങ്ങിയ കെമിക്കലുകളൊക്കെ തന്നെ ശരീരത്തിൽ വിഷാംശമായി പ്രവർത്തിക്കുകയും അതൊരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ചെയ്യും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി, നിങ്ങളും ഞാനും ചിന്തിക്കുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് റീഅനിമേഷനാണ്. അതായത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പുതിയ ടെക്നോളജി കണ്ടുപിടിച്ചതിന് ശേഷം ഒരുപാട് ഫണ്ട് ചിലവാക്കിയിട്ട് തനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് സൂക്ഷിക്കുന്ന ഡെഡ് ബോഡികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ഭുതമായി തോന്നാമെങ്കിലും അത്തരത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന ടെക്നോളജി എന്നുണ്ടാകും, അതിൻ്റെ സാധ്യത എന്താണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ സെല്ലുലാർ ഡാമേജിനെയൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ ശരീരത്തെയും അതിലെ കോശങ്ങളെയും അവയവങ്ങളെയും പഴയ നിലയിലേക്ക് റിപ്പയർ ചെയ്തുകൊണ്ട് വന്ന് പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ചില ടെക്നോളജികൾ ആവശ്യമുണ്ട്. അതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നാനോ ടെക്നോളജിയും ഒക്കെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുമായിരിക്കും. സത്യത്തിൽ ഇത്തരത്തിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടെക്നോളജിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതൊരു പ്യുവർ ബിസിനസ്സാണ് എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. കാരണം സാധാരണക്കാർക്ക് അത് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നതല്ല. ഇപ്പോൾ ആൽക്കോർ ആയാലും ക്രയോണിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും ഒക്കെ തന്നെ അവർ ഇതിനു വേണ്ടി ചിലവാക്കുന്നത് 22 ലക്ഷം മുതൽ 1.5 കോടി വരെ തുകയ്ക്ക് തുല്യമായ
ചിലവാണ്. ഇപ്പോൾ ഡോളറിൽ പറഞ്ഞാൽ അത് $28,000 മുതൽ $2 ലക്ഷം വരെ ചിലവ് വരുന്ന വലിയ വലിയ പ്രോജക്റ്റുകളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇൻഷുറൻസ് പോളിസികളുടെ സഹായത്തോടു കൂടിയൊക്കെ തന്നെ ആളുകൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെയും പ്രശ്നങ്ങളുണ്ട്. അതായത് ഇത്തരത്തിലുള്ള ആളുകളുടെ ബോഡി സൂക്ഷിക്കുന്ന ലാബുകൾ കൃത്യമായ രീതിയിൽ വർഷങ്ങളോളം പ്രവർത്തിക്കണം. അതിന് കമ്മിറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്, ഫണ്ടിങ് ആവശ്യമുണ്ട്. ഒരുപാട് സെഞ്ചുറികൾ ഇതിങ്ങനെ നീണ്ടുപോകുമ്പോൾ എത്ര നാൾ ഇവർ ബാങ്ക്രപ്റ്റ് ആകാതെ പിടിച്ചു നിൽക്കുമെന്നും ഈ കൊടുക്കുന്ന പൈസ എത്രത്തോളം യൂസ്ഫുൾ ആയിട്ട് അവർ ഉപയോഗിച്ചതിന് ശേഷം ഈ ടെക്നോളജി കണ്ടുപിടിക്കുന്നത് വരെ സൂക്ഷിക്കും എന്നൊന്നും ആർക്കും അറിയില്ല. പിന്നെ മരണശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് യാതൊരു പിടിയുമില്ലാത്ത ഒരുപാട് പൈസയുള്ളവർ ഒരു ചെറിയ സാധ്യത എന്നുള്ള നിലയിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരുപക്ഷെ പിന്നീട് ഇവർ തന്നെ അറിയാതെ ഇവരുടെ ബോഡി അടക്കം ചെയ്യുകയോ നശിപ്പിക്കുകയോ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകും എന്നൊരു പ്രശ്നവും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇതിനെ ഒരു സ്കാം ആണെന്നോ ഈ അടുത്തൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു സാങ്കേതിക വിദ്യ അല്ല എന്നോ പറയാൻ വരട്ടെ. കാരണം നമ്മുടെ ഹോൾ ബോഡി അല്ലെങ്കിൽ മുഴുവൻ ബോഡിയെ ക്രയോണിക് പ്രിസർവേഷനിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എങ്കിലും നമ്മുടെ മെഡിക്കൽ രംഗത്ത് ഈ ഒരു മെത്തേഡ് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകൾ. അതായത് നമ്മുടെ സ്പേം, എഗ്ഗുകൾ, എംബ്രിയോ എന്നിവയൊക്കെ തന്നെ ക്രയോണിക്കായിട്ട് സൂക്ഷിച്ചതിന് ശേഷം അതിൽ നിന്ന് ബേബീസിനെ ഉണ്ടാക്കുന്ന സാങ്കേതിക വിദ്യ 1950കളിൽ തന്നെ ഫേമസ് ആയിരുന്നു. ഇപ്പോഴും നമുക്കിതിനെക്കുറിച്ച് അറിയുകയും അത്തരത്തിൽ ചെയ്യുന്ന ക്ലിനിക്കുകളെയും കാണാൻ കഴിയും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹെൽത്തി ആയിട്ടുള്ള സ്പേമും എഗ്ഗും ഒക്കെ ഉണ്ട് എങ്കിൽ അത് നമുക്ക് ക്രയോണിക് പ്രിസർവേഷനിലൂടെ സൂക്ഷിച്ചതിന് ശേഷം പിന്നീട് അനുകൂലമായ സാഹചര്യത്തിൽ കൂടുതൽ ഹെൽത്തിയായ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്പേമും എഗ്ഗും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു കുഞ്ഞിനെ റൈസ് ചെയ്യാൻ കഴിയും എന്ന ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. അത് ഹെൽത്തി ആയിട്ടുള്ള എത്തിക്കലായിട്ടുള്ള മെത്തേഡിലാണ് നിലവിൽ ഉപയോഗിക്കുക. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതുമാത്രമല്ല, ഓർഗൻ ട്രാൻസ്പ്ലാന്റിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള കോശങ്ങൾ, അതായത് കണ്ണിൻ്റെ കോർണിയ, ഹൃദയത്തിൻ്റെ വാൽവുകൾ എന്നിവയൊക്കെ തന്നെ കുറച്ച് നേരത്തേക്ക് കൂടുതൽ സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയുന്ന മെത്തേഡുകൾ നിലവിലുണ്ട്. അതുകൊണ്ട് ഈ ഒരു മേഖലയിൽ പലതരത്തിലുള്ള പഠനങ്ങളും നടക്കുകയും ഡോണർ ഷോർട്ടേജ് ഉണ്ടാകുന്ന സമയത്ത് പോലും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഓർഗൻസ് കുറേ നാളത്തേക്ക് സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന മെത്തേഡ് നിലവിലുണ്ട്. ക്രയോണിക് പ്രിസർവേഷൻ്റെ ആദ്യഘട്ട പരീക്ഷണം എന്നുള്ള നിലയിൽ വിജയകരമായിട്ട് പലതും നടന്നിട്ടുണ്ട്. അത് വിരകളിലും ഇൻസെക്റ്റുകളിലും ഒക്കെ തന്നെ പരീക്ഷിക്കുകയും പലതരത്തിലുള്ള പ്രോമിസിംഗ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയും ചെയ്തു. പക്ഷേ മനുഷ്യ ശരീരം അല്പം കോംപ്ലക്സ് ആയതുകൊണ്ട് ഇനിയും വർഷങ്ങളെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കുറച്ച് സീരിയസ് ആണ്. അത് സയൻസ് മാത്രമല്ല, അത് കുറച്ച് ഫിലോസഫിയും കൂടിയാണ്. അതായത് ഒരാളുടെ ഐഡൻറ്റിറ്റിയും അയാളുടെ ബോധവും ഈ അനിമേറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയായിരിക്കും എന്നുള്ള ചോദ്യം. ഒരു വ്യക്തി ജനിച്ചിട്ട് അയാൾ മരിക്കുന്ന സമയം വരെ അയാളുടെ ബ്രെയിനിനുള്ളിൽ നടക്കുന്ന കൃത്യമായ പ്രവർത്തനങ്ങളാണ് ആ വ്യക്തിയെ അങ്ങനെ തന്നെ നിലനിർത്തുന്നത്. അവിടെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളും ഇലക്ട്രിക്കൽ സിഗ്നലുകളും അവിടെയുള്ള കോശങ്ങളുമെല്ലാം അഹോരാത്രം പണിയെടുക്കുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്ന മൈനർ പ്രോബ്ലങ്ങൾ പോലും നമ്മുടെ ക്യാരക്ടറിലും ബിഹേവിയറിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ന്യൂറോളജിക്കൽ സംബന്ധമായ പ്രശ്നങ്ങൾ പോലും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സംഭവിക്കാറുമൊക്കെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മരണത്തിന് തുല്യമായ രീതിയിൽ തലച്ചോറിൻ്റെ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ബോഡി സൂക്ഷിക്കുകയും പിന്നീട് ഇതിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ആ ഒരു കോൺഷ്യസ്നെസ്സിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? നൂറ്റാണ്ടുകളോളം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരാളുടെ തലച്ചോറ് തിരിച്ച് പ്രവർത്തിക്കുമ്പോൾ അയാൾ ഒരു സെയിം വ്യക്തി തന്നെ ആയിരിക്കുമോ? അല്ലെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞ് ജനിക്കുന്നത് പോലെ ഒരു മെമ്മറീസും ഇല്ലാതെ പുതിയൊരു വ്യക്തിയായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇതിൻ്റെയൊക്കെ ഒരർത്ഥം എന്താണ് എന്ന ഒരു ചോദ്യം. മറ്റൊന്ന് ഓവർ പോപ്പുലേഷനാണ്. അതായത് ലോകം വളരെയധികം ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് റിസോഴ്സുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ഭാവിയിൽ ഒരുപാട് ആളുകളെ കൊണ്ട് ലോകം പൊറുതിമുട്ടുന്ന സമയത്ത് ഇത്തരത്തിൽ ജീവിച്ച് ജീവിതത്തിൻ്റെ അവസാനം ക്രയോണിക്സിലൂടെ തിരിച്ചു വരാൻ പ്രതീക്ഷിക്കുന്ന ആളുകൾ ഈ ലിമിറ്റഡ് റിസോഴ്സിലേക്ക് വന്നാൽ എങ്ങനെ അതിജീവിക്കും? പ്ലസ് അതിനോടൊപ്പം തന്നെ മനഃശാസ്ത്രപരമായി തങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാവരും, അറിയപ്പെടുന്ന എല്ലാവരും, കാലഘട്ടവും എല്ലാം മറിഞ്ഞതിന് ശേഷം പുതിയതായിട്ട് ഇവോൾവ് ചെയ്ത അഡ്വാൻസ്ഡ് സമൂഹത്തിലേക്ക് വ്യക്തികൾ തിരിച്ചു വരുമ്പോൾ അയാൾ എങ്ങനെ സ്വന്തം ഐഡൻറ്റിറ്റി തിരിച്ചറിയും? അല്ലെങ്കിൽ അയാൾ എങ്ങനെ അതിനോട് അഡാപ്റ്റ് ചെയ്യും എന്ന ചോദ്യമൊക്കെയുണ്ട്. അപ്പോൾ ഇനി പറയാനുള്ളത്, ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ എങ്ങനെയായിരിക്കും ഭാവിയിൽ ഈ ബോഡികളെ അനിമേറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടാവുക? നമുക്കത് പ്രവചിക്കാൻ കഴിയില്ല. നിലവിലുള്ള ടെക്നോളജി അനുസരിച്ചാണെങ്കിൽ നാനോ ടെക്നോളജി, റീജനറേറ്റീവ് മെഡിസിൻ എന്നിവയൊക്കെ തന്നെയായിരിക്കും ഉപയോഗിക്കുക. അതായത് അറ്റോമിക് സൈസിലുള്ള വളരെ ചെറിയ മെഷീനുകളുടെ സഹായത്തോടെ ശരീരത്തിലേക്ക് കടന്നു ചെന്നിട്ട് ഇൻഡിവിജ്വൽ കോശങ്ങളുടെ പ്രോബ്ലങ്ങളെല്ലാം പരിഹരിച്ച് റിപ്പയർ ചെയ്ത് സെല്ലുലാർ ഡാമേജിനെ ഇല്ലാതാക്കി ഏജിനെ റിവേഴ്സ് ചെയ്ത് മാത്രമേ ആളുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. മാത്രമല്ല, എന്തെങ്കിലും അസുഖങ്ങൾ അലട്ടുന്ന ആളുകളാണെങ്കിൽ അതിനെ കൂടി മോളിക്കുലാർ ലെവലിൽ പരിഹരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൃത്യമായി ഉപയോഗിക്കാനും ബോഡിയെ ബയോപ്രിൻ്റ് ചെയ്യുന്ന രീതിയിൽ അവയവങ്ങളെ ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റ് ചെയ്തതിന് ശേഷം ഡാമേജായ അവയവങ്ങൾക്ക് പകരം ഉപയോഗിക്കാനും കഴിയുന്ന AI സംവിധാനവും അതിനനുസരിച്ചുള്ള അൽഗോരിതങ്ങളും ഒരു പക്ഷേ ഭാവിയിൽ വേണ്ടിവരും എന്നുള്ളതാണ് മാർഗം.
എന്താണ് ക്രയോണിക്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? പണത്തിൻ്റെ പൊലിമയിൽ ഈ പറയുന്ന ഏജിങ്ങിനെയൊക്കെ മറികടന്ന് ഭാവിയിൽ തനിക്ക് വീണ്ടും ഭൂമിയിൽ ജീവിക്കാൻ കഴിയും എന്ന ആഗ്രഹത്തോടു കൂടി ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് 500 ആയിരുന്നുവെങ്കിൽ ഓരോ വർഷം കഴിയുമ്പോഴും അത് 5000-ഉം 10,000-ഉം ആളുകളായി കൂടുന്നതായിട്ട് പല റിപ്പോർട്ടുകളും കാണാൻ കഴിയും. എന്തായാലും മരണം എന്ന് പറയുന്നത് ഒരു അസുഖത്തിൻ്റെ ഭാഗമാണ് എന്നും ജനിച്ചു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ ഹാൻഡിൽ ചെയ്താൽ വർഷങ്ങളോളം, നൂറ്റാണ്ടുകളോളം തനിക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും എന്നും മനുഷ്യൻ തിരിച്ചറിയുന്ന കാലഘട്ടം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.